പൊതുപരിപാടികൾക്കും മറ്റും യാതൊരു സൗകര്യവുമില്ലാത്ത മുക്കം ടൗണിൽ റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായി. ഈ ആവശ്യം ഉന്നയിച്ച് ഗ്രാമപഞ്ചായത്ത് അധികൃതർ റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന് നിവേദനം നൽകി. മുക്കം ഗ്രാമപഞ്ചായത്തിലെ മുക്കം ടൗണിനോട് ചേർന്ന് ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കുന്നതിന് താഴേക്കോട് വില്ലേജ് ഓഫീസ് കോമ്പൗണ്ടിലുള്ള റവന്യൂ വകുപ്പിന്റെ സ്ഥലം വിട്ടു നൽകണമെന്ന ആവശ്യം ശക്തമായി. ഓപ്പൺ സ്റ്റേജിനായി സ്ഥലം ലഭ്യമാക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രമേയത്തെ തുടർന്ന് മന്ത്രി അടൂർ പ്രകാശിന് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം അഹമ്മദ് കുട്ടിയാജി കഴിഞ്ഞ ദിവസം നിവേദനം സമർപ്പിച്ചിരുന്നു. നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ കലക്ടറോട് റിപ്പോർട്ട് നൽകാൻ മന്ത്രി നിർദ്ദേശിച്ചിരിക്കുകയാണ്. റവന്യൂ വകുപ്പ് നൽകുന്ന സ്ഥലത്തിന് പകരം മറ്റ് സ്ഥലം സർക്കാരിന് വിട്ടു നൽകിയാൽ ഓപ്പൺ സ്റ്റേജ് യാഥാർത്ഥ്യമാവുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. പൊതു സ്ഥലങ്ങളിൽ പൊതുയോഗങ്ങളും പരിപാടികളും നടത്തുന്നത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിരോധിച്ച ഈ ഘട്ടത്തിൽ മുക്കത്തെ സംബന്ധിച്ച് ഒരു പൊതുയോഗമോ പരിപാടികളോ സ്വീകരണ യോഗങ്ങളോ ഒന്നും നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനൊരു പരിഹാരമെന്നുള്ള നിലക്ക് നമ്മൾ റവന്യൂയുടെ പുറമ്പോക്കായി വില്ലേജ് ഓഫീസിൻ്റെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന സ്ഥലം പഞ്ചായത്തിന് വിട്ട് നൽകുന്ന പക്ഷം അവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് നിർമ്മിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മിനിസ്ട്രി വിശേഷൻ പ്രവൃത്തി ഉദ്ഘാടനത്തിന് വന്ന ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിക്ക് ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇത് സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ പോളിസി വിശദീകരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കലക്ടർ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ കഴിയും എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് ഒന്നുകിൽ സൗജന്യമായി ലഭിക്കും, അതല്ലെങ്കിൽ മന്ത്രി പറഞ്ഞ ഉറപ്പ് പാലിച്ചുകൊണ്ട് പഞ്ചായത്തിലെ വാസയോഗ്യമായ ഏതെങ്കിലും സ്ഥലം പഞ്ചായത്ത് വിലക്കെടുത്ത് കൊടുക്കുകയാണെങ്കിൽ പൊന്നും വില ലഭിക്കുന്ന മുക്കം ടൗണിൻ്റെ ഈ ഭൂമി പഞ്ചായത്തിൽ ലഭിച്ചാൽ നമ്മുടെ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. നിലവിൽ ആലഞ്ചുവട്ടിലെ SK പാർക്കിലും PC ജംഗ്ഷനിലുമാണ് പൊതുസമ്മേളനങ്ങളും മറ്റു പരിപാടികളും നടത്തിവരുന്നത്. ഇവിടെ സൗകര്യം കുറവാണെന്ന് മാത്രമല്ല, ചെറിയ പരിപാടികൾ നടത്തിയാൽ പോലും റോഡിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന അവസ്ഥയുമുണ്ട്. താഴേക്കോട് വില്ലേജ് ഓഫീസിന് സമീപത്ത് റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലം വെറുതെ കിടക്കുകയാണ്. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്ന കേന്ദ്രമായി ഇത് മാറിയിട്ടുണ്ട്. ഇവിടെയുള്ള ചീനിമരത്തിന്റെ നിലനിൽപ്പിനും വാഹന പാർക്കിംഗ് ഭീഷണി ഉയർത്തുന്നതായി പരിസ്ഥിതി പ്രവർത്തകരടക്കം ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കുന്നതിനൊപ്പം ചീനിമരത്തെ തറകെട്ടി സംരക്ഷിക്കണമെന്നുമാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടവും റവന്യൂ സ്ഥലത്ത് തന്നെയാണ്. ഓപ്പൺ സ്റ്റേജിന് സ്ഥലം വിട്ടു നൽകിയാൽ സ്റ്റേജ് നിർമ്മിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് MLA നേരത്തെ അറിയിച്ചിരുന്നു. CTV പ്രാദേശിക വാർത്ത, മുക്കം.